നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഷഡ്ഗ്രഹ യോഗം വരികയാണ്. 6 ഗ്രഹങ്ങളുടെ സംഗമം മീനം രാശിയിൽ വരികയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് അതേ വിഷയം തന്നെ ഓരോ രാശിക്കൂറുകാർക്കും എന്തെല്ലാം ഫലങ്ങൾ ചെയ്യും എന്നുള്ള വിഷയത്തിലേക്ക് ഗഹനമായിട്ട് ചിന്തിക്കുകയാണ്. വരാൻ പോകുന്ന ഷഡ്ഗ്രഹ യോഗങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കും, ആർക്കൊക്കെ അത് ഗുണകരമാണ്, ആർക്കൊക്കെ ദോഷകരമാണ് എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീഡിയോ വളരെ നല്ല വിലപ്പെട്ട അറിവ് നൽകുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വരാൻ പോകുന്നത് അപൂർവമായിട്ടുള്ള ഷഡ്ഗ്രഹ യോഗമാണ്. 6 ഗ്രഹങ്ങളുടെ ഒരു സംയോഗം മീനം രാശിയിൽ നടക്കാൻ പോവുകയാണ്. ചില നക്ഷത്രക്കാർക്ക് ജീവിതം മാറി മറിയുന്ന സമയമാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ ഷഡ്ഗ്രഹ യോഗം നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഏകദേശം 12 ദിവസം മുതൽ ഒരു മാസത്തോളം കാലം ഇതിന്റെ അലയൊലികൾ ചില നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. അത് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. പൊതുവെ 18 നക്ഷത്രക്കാരാണ് ഈ ഷഡ്ഗ്രഹ യോഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. മാർച്ച് 29 രാത്രി 10:39 ഈ ഷഡ്ഗ്രഹ യോഗം ആരംഭിക്കുകയും മാർച്ച് 31 ഉച്ചയ്ക്ക് 1:46 വരെ ഈ യോഗം പൂർണ്ണമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിൽ ഒന്നിച്ചു വരികയാണ്. ഒരു പ്രത്യേക അനുപാതത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങൾ ആ സമയത്ത് വരുന്നത്. ആ ഷഡ്ഗ്രഹ യോഗത്തിൽ തന്നെ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഇവർ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഷഡ്ഗ്രഹ യോഗം പൊതുവെ ലോകത്ത് തന്നെ ആകമാനം പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. കൂടാതെ മീനം, മേടം, മിഥുനം, ചിങ്ങം, കന്നി, വൃശ്ചികം, കുംഭം എന്നീ രാശികൾ ലഗ്നമായോ ചന്ദ്രലഗ്നമായോ ഒക്കെ ജനിച്ചവരും ജാതകത്തിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങളൊക്കെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരും എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. കൂടാതെ ശനിയുടെ ദശാപഹാര കാലങ്ങളിൽ കഴിയുന്നവരും ദോഷഫലങ്ങൾ അധികരിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രക്കാർ, മിഥുനക്കൂറിൽ വരുന്ന മകയിരത്തിന്റെ ആദ്യ പകുതി, തിരുവാതിര, പുണർദത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ, ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രക്കാർ, കന്നിക്കൂറിൽ വരുന്ന ഉത്രം, മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ, വൃശ്ചികത്തിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ, കുംഭക്കൂറിൽ വരുന്ന ഔട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഇവരൊക്കെ മാർച്ച് 29-നും 30-നും 31-നും ഇടയ്ക്കുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. മീനം രാശിയിൽ ഈ അപൂർവ ഷഡ്ഗ്രഹ യോഗം നടക്കുന്നതിനാൽ മഹാവിഷ്ണു ഭജനമാണ് നടത്തേണ്ടത്. വിഷ്ണു സഹസ്രനാമം ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ രാശിക്കാരെല്ലാവരും ജപിക്കുക, ചൊല്ലുക. ഈ യോഗത്തോടൊപ്പം തന്നെ അമാവാസി കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ മഹാദേവനായിട്ടുള്ള ശിവഭഗവാനെയും കൂടെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. നിർബന്ധമായും ക്ഷേത്ര ദർശനം നടത്തുക, കഴിയുന്നതുപോലെ പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്യുക. അസമയത്തുള്ള യാത്രകളും അസാൻമാർഗിക കാര്യങ്ങളും എല്ലാം ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. ഇനി നമുക്ക് ഓരോ കൂറുകാർക്കും പ്രത്യേകം വരാൻ സാധ്യതയുള്ളതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം നോക്കാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വാക്ക് തർക്കങ്ങളിൽപ്പെട്ട് അപമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഫജന്യ രോഗങ്ങളൊക്കെ പിടിപെട്ടേക്കാം. മാനസിക പിരിമുറുക്കം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം, ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, മാതാവിനോ തത്തുല്യരായവർക്കോ അരിഷ്ടതകൾ, ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയുക എന്നിവയൊക്കെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ സാധ്യതയുള്ള ഫലങ്ങൾ. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഷഡ്ഗ്രഹ യോഗ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുന്ന സമയമാണ്. പൂർവിക സ്വത്തൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടം ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായി സ്ഥലമാറ്റം ഉണ്ടായേക്കാം. വീട്ടിൽ ശാന്തത കൈവരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ പദ്ധതികളിലൊക്കെ പണം മുടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള പദ്ധതികളിൽ നിന്ന് മികച്ച നേട്ടവും കൈവരിച്ചേക്കാം. അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവുമായിട്ട് മഹാവിഷ്ണു ഭജനമാണ് നടത്തേണ്ടത്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഷഡ്ഗ്രഹ യോഗ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത്
മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖേന കലഹങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വ്യവഹാരങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ വിജയത്തിലെത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾക്കും സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചിലവ്, പരിക്ക്, രോഗദുരിതം എന്നിവയും ഉണ്ടായേക്കാം. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഷഡ്ഗ്രഹ യോഗഫലം ഒന്ന് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകാം. അനുകൂലമായി നിന്നിരുന്നവർ പിന്നോക്കം പോകാൻ ഇടയുള്ള സാഹചര്യമാണ്. അനാരോഗ്യം മൂലം മുൻ തീരുമാനങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. വാഹനം, ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ലഹരി വസ്തുക്കളിലൊക്കെ താല്പര്യം വർദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിലപ്പെട്ട രേഖകളൊക്കെ കൈമോശം വരാൻ സാഹചര്യമുണ്ട്. കരുതലെടുക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന ഷഡ്ഗ്രഹ യോഗവും അതിന്റെ ഫലവും പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാം. അതേപോലെ തന്നെ താമസിക്കുന്ന സ്ഥലവും ഒക്കെ മാറേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പണച്ചിലവുള്ള ചില കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള അവസ്ഥ വന്നേക്കാം. വാഹനത്തിനായി പണം മുടക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. സഞ്ചാര ക്ലേശം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അന്യരുമായി ഇടപെട്ട് മാനഹാനിക്കൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നതാണ്. മത്സര പരീക്ഷ, ഇന്റർവ്യൂകളിൽ വിജയം ഇവയൊക്കെ ഉണ്ടാകാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നതാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗ അരിഷ്ടതയുണ്ടാകാനും സാധ്യത കാണുന്നു. നേത്ര രോഗ സാധ്യതയും കാണുന്നുണ്ട്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഷഡ്ഗ്രഹ യോഗവും അതിന്റെ ഫലങ്ങളും പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. വ്യവഹാര കാര്യങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. മാനസിക സംഘർഷം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പണമിടപാടുകളിൽ ചതിവ് പറ്റാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന ഷഡ്ഗ്രഹ യോഗ ഫലം ഒന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് പണച്ചിലവ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ത്വക്ക് രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതയും ഉണ്ടായേക്കാം. പുതിയ പദ്ധതികളെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായി പൊതുവെ വിഷമതകൾ ഉണ്ടാകാം. കൂടാതെ ബന്ധുക്കളിൽ നിന്ന് അകൽച്ച ഉണ്ടാകാം. സുഹൃത്തുക്കളുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനും സാഹചര്യമുണ്ട്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന ഷഡ്ഗ്രഹ യോഗവും അതിന്റെ ഫലവും നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പ്രവർത്തന വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബന്ധുജനങ്ങളുമായി സമാഗമം ഉണ്ടാകുന്നതാണ്. ഉദര സംബന്ധമായിട്ടുള്ള വിഷമതകൾക്കായി ഔഷധ സേവയൊക്കെ വേണ്ടി വന്നേക്കാം. അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിതത്തിനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കായിട്ട് പണച്ചെലവ് വേണ്ടി വന്നേക്കാം. ദേഹസുഖം ഒക്കെ കുറയുന്ന സമയമാണ്. വീട്ടിൽ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായി വന്നേക്കാം. കൂടാതെ പുതിയ ജോലികളിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നതാണ്. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കം അവസാനിക്കുന്നതാണ്. കൂടാതെ അനാവശ്യമായി മാനസിക ഉത്കണ്ഠ മൂലം വീട്ടിലെ സുഖാന്തരീക്ഷം കുറയുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ മേഖലയിലും പ്രവർത്തന വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന ഷഡ്ഗ്രഹ യോഗ ഫലം ഒന്ന് നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് യാത്രകൾ കൂടുതലായി ആവശ്യം വന്നേക്കാം. മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടതയുണ്ടായേക്കാം. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം മനോവിഷമം ഉണ്ടായേക്കാം. പഠനത്തിലും ജോലിയിലുമൊക്കെ അലസത ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാഗ്ദോഷം മൂലം അപവാദത്തിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാലമാണ്. കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കരുതലെടുക്കുക. ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ യാത്രകൾ ഉണ്ടായേക്കാം. കൂടാതെ സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമത്തിനും സാഹചര്യമുണ്ട്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന ഷഡ്ഗ്രഹ യോഗ ഫലം ഒന്ന് പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മാനസിക നിരാശ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദീർഘദൂര യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പണമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. സഹായ വാഗ്ദാനത്തിൽ നിന്ന് സുഹൃത്തുക്കളൊക്കെ പിൻവാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വാഹനം മാറ്റി വാങ്ങുന്ന കാര്യം ആലോചനയിൽ ഉണ്ടാകുന്നതാണ്. കഫജന്യ രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യവും ഉണ്ടായേക്കാം.
ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന ഷഡ്ഗ്രഹ യോഗവും അതിന്റെ ഫലവും പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ എണ്ണാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വരവിനൊപ്പം ചെലവ് അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. രോഗദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയുള്ളതിനാൽ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വീടിന്റെ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. സ്ത്രീജനങ്ങൾ മുഖേന കലഹമുണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. അശ്രദ്ധയൊക്കെ വർദ്ധിച്ച് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കൂടാതെ മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നതയും ഉണ്ടായേക്കാം. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽ ചെന്നുവിടാനുള്ള സാഹചര്യമുണ്ട്. സാമ്പത്തിക അച്ചടക്കം പലപ്പോഴും പാലിക്കാൻ കഴിയാതെ വരുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന ഷഡ്ഗ്രഹ യോഗ ഫലം ഒന്ന് പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കുവാൻ കഠിന ശ്രമം ആവശ്യമായി വന്നേക്കാം. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നതാണ്. പ്രധാന തീരുമാനങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. അപരിചിതരിൽ നിന്ന് ചതി നേരിടുവാനുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായി ചെലവുകളൊക്കെ വർദ്ധിക്കാം. കർണരോഗത്തിന് രോഗബാധയുണ്ടാകാം. കൂടാതെ ഇഷ്ടജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. വാസസ്ഥലത്തിന് മാറ്റവും ഉണ്ടായേക്കാം. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ മനസ്സിന് വിഷമം സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്. അപൂർവമായിട്ടുള്ള ഷഡ്ഗ്രഹ യോഗവും അതിന്റെ ഫലങ്ങളും ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.